ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ നീതി ആയോഗ് എന്ന ടോപ്പിക്കാണ് റിവൈസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഈ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നത് ഏത്, പെടാത്തത് ഏത്, അതിൻ്റെ CEO ആര്, അതിൻ്റെ ഉപാധ്യക്ഷൻ ആര് എന്നൊക്കെ ചോദ്യങ്ങൾ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് നീതി ആയോഗിൽ പഠിക്കേണ്ടതെന്ന്. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനമാണ് നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. എന്നാണ് ആസൂത്രണ കമ്മീഷനെ പിരിച്ചുവിട്ടത്? 2014 ഓഗസ്റ്റ് 17 ആസൂത്രണ കമ്മീഷനെ പിരിച്ചുവിട്ടത്. ഈ ആസൂത്രണ കമ്മീഷന് പകരമായി നിലവിൽ വന്ന സ്ഥാപനമാണ് നീതി ആയോഗ്. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. അങ്ങനെ നീതി ആയോഗിൻ്റെ ആദ്യ അധ്യക്ഷനും നിലവിലെ അധ്യക്ഷനും ആരാണ്? നരേന്ദ്രമോദിയാണ്. നിലവിൽ നീതി ആയോഗിൻ്റെ CEO ആയി നിയമിതനായിരിക്കുന്നത് BVR സുബ്രഹ്മണ്യം. വൈസ് ചെയർമാൻ ആണെങ്കിലോ സുമൻ ബറി. ഒന്നുകൂടി നോക്കാം. നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ സുമൻ ബറി, CEO BVR സുബ്രഹ്മണ്യം. ഈ വൈസ് ചെയർമാനും CEOയും തമ്മിൽ മാറിപ്പോവരുത്. CEO എന്ന് പറയുമ്പോൾ 3 അക്ഷരം, BVR സുബ്രഹ്മണ്യം, BVR 3 അക്ഷരം, അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. ഓക്കെ. നീതി ആയോഗിൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ആരായിരുന്നു? അരവിന്ദ് പനഗരിയായിരുന്നു. നീതി ആയോഗിൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. അതുപോലെ നീതി ആയോഗിൻ്റെ ആദ്യ CEO സിന്ധുശ്രീ ഖുള്ളർ ആയിരുന്നു നീതി ആയോഗിൻ്റെ ആദ്യ CEO എന്ന് പറയുന്നത്. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ് നീതി ആയോഗിൻ്റെ ആസ്ഥാനം. ചൈനയിലെ നാഷണൽ ഡെവലപ്മെൻറ്റ് ആൻഡ് റിഫോംസ് കമ്മീഷന്റെ മാതൃകയിലാണ് നീതി ആയോഗ് നിലവിൽ വന്നിട്ടുള്ളത്. എന്താണ്? ചൈനയിലെ നാഷണൽ ഡെവലപ്മെൻറ്റ് ആൻഡ് റിഫോംസ് കമ്മീഷന്റെ മാതൃകയിൽ. അതുപോലെ ഇൻഡിപെൻഡന്റ് ഇവല്യൂഷൻ ഓഫീസ് DG അജയ് ചിബറിന്റെ ശുപാർശ പ്രകാരമാണ് ഈ പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് നിലവിൽ വന്നത്. ഇൻഡിപെൻഡന്റ് ഇവല്യൂഷൻ ഓഫീസ് DG അജയ് ചിബറിന്റെ ശുപാർശ പ്രകാരമാണ് പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് നിലവിൽ വന്നത്. ഈ നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ടീം ഇന്ത്യ എന്ന പേരിലാണ് ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത്. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. എന്നാൽ അതിൻ്റെ ആദ്യ സമ്മേളനം നടന്ന ഡേറ്റ് 2015 ഫെബ്രുവരി 8. 2015 ഫെബ്രുവരി 8 നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം ടീം ഇന്ത്യ എന്ന പേരിൽ നടക്കുന്നത്. നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണെന്ന് നമുക്കറിയാം. നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ്. പ്രധാനമന്ത്രി അധ്യക്ഷനും എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും ഒക്കെ അടങ്ങിയ ഒരു ഉപദേശക സമിതിയാണ്. ആരൊക്കെയാണ് നീതി ആയോഗിന്റെ ഭരണസമിതിയിലെ അംഗങ്ങൾ? ഭരണസമിതിയിലെ അംഗങ്ങളെയാണ് ഇന്ന് നോക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുണ്ടായിരിക്കും. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുണ്ടായിരിക്കും. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനെ പ്രധാനമന്ത്രിയാണ് നിയോഗിക്കുന്നത്. അതുപോലെ സ്ഥിര അംഗങ്ങൾ ഉണ്ടായിരിക്കും. 4 അനൗദ്യോഗിക അംഗങ്ങൾ. ആദ്യം അത് 5 ആയിരുന്നു, ഇപ്പൊ 4 അനൗദ്യോഗിക അംഗങ്ങളാണുള്ളത്. അതുപോലെ 2 പാർട്ട് ടൈം അംഗങ്ങളുണ്ട്. പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരാണ് നീതി ആയോഗിന്റെ ഭരണസമിതിയിലെ അംഗങ്ങൾ. ഇനി നമ്മളുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ വരുന്ന പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ളതായതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുമുണ്ട്. ലക്ഷ്യങ്ങളിൽ പെടുന്നത് ഏത്, പെടാത്തത് ഏത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്തുനിന്ന് വരിക. നോക്കാം പോയിന്റ്സ്. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ: വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക. മൂന്നാമത്തെ പോയിന്റ്, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. നാലാമത്തെ പോയിന്റ്, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. അടുത്ത പോയിന്റ്,
ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. എന്താണ്? ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുക. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുക. സഹകരണ ഫെഡറലിസം ഉറപ്പാക്കുക. സഹകരണ ഫെഡറലിസം ഉറപ്പാക്കുക എന്നിങ്ങനെ 8 പോയിന്റ്സ് ആണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞ് SCERTയിൽ കൊടുത്തിട്ടുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിച്ചു വയ്ക്കണം. ഇനി ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് നീതി ആയോഗാണ്. അതുപോലെ ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നതും നീതി ആയോഗാണ്. ഏതൊക്കെയാണ് നീതി ആയോഗിൻ്റെ ഹബ്ബുകൾ ഏതൊക്കെയാണെന്നൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ആൻസർ വരുന്നത് ടീം ഇന്ത്യ ഹബ്ബും അതുപോലെ നോളജ് ആൻഡ് ഇന്നവേഷൻ ഹബ്ബും ടീം ഇന്ത്യ ഹബ്ബുമാണ് ഹബ്ബ് ഓഫ് നീതി ആയോഗ്. ഇനി എന്താണ് NILERD എന്ന് വെച്ചാൽ നീതി ആയോഗിന് കീഴിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണിത്. മാനവ വിഭവശേഷി വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നീതി ആയോഗിൻ്റെ കീഴിൽ സ്ഥാപിതമായ ഒരു സ്വയം ഭരണാധികാര സ്ഥാപനമാണ് NILERD, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ഇക്കണോമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. മാനവ വിഭവശേഷി വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നീതി ആയോഗിൻ്റെ കീഴിൽ സ്ഥാപിതമായ സ്വയം ഭരണാധികാരമുള്ള സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ഇക്കണോമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അഥവാ NILERD. പ്രധാനമായിട്ടും ഈ ഭാഗത്ത് നിന്ന് CEO, ഉപാധ്യക്ഷൻ, അതുപോലെ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നത് ഏത് പെടാത്തത് ഏത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. നോട്ട് ചെയ്ത് വയ്ക്കുക, നന്നായി റിവൈസ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. കമൻസിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.